അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫുട്ബോൾ അല്ലെങ്കിൽ ഹാൻഡ്ബോൾ തുടങ്ങിയ കളികളിൽ ഏർപ്പെടുന്നതിൻ്റെ ഇസ്ലാമിക മാനമെന്താണ്? അപ്രകാരം ഇവയിൽ നിന്നും വല്ലതും സമ്പാദിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത്? ഹുക്മുൽ അബി ഖുറത്തുൽ യദ് ഔ ഖുറത്തുൽ ഖദം وذلك جائز من حيث العسل لكن لا بد من اجتناب المحاذير الشرعية التي قد تصاحب تلك الرياضات. ഏതൊരു കളികളിലും ഏർപ്പെടുമ്പോൾ ഫുട്ബോൾ ആയാലും ഹാൻഡ്ബോൾ ആയാലും ചില മതപരമായ വിലക്കുകളുണ്ട്, അതല്ലെങ്കിൽ മതപരമായ സീമകളുണ്ട്. അതിനെയെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വേണം കളികളിൽ ഏർപ്പെടാൻ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനുവദനീയമാകുന്നതായിട്ട് കാണാവുന്നതാണ്. ഉദാഹരണമായി ഔറത്ത് മറക്കുക. ഏതൊരു കളികളിലും ഏർപ്പെടുമ്പോൾ ഔറത്ത് മറച്ചിരിക്കണം. അപ്രകാരം നിസ്കാരം പാഴാക്കാൻ പാടില്ല. നിർബന്ധമായ കർമ്മങ്ങളെ തൊട്ട് അശ്രദ്ധമാവാൻ പാടില്ല. മോശമായ പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ചേരിത്തിരിവുകൾ, അതുപോലെ തന്നെ പക്ഷപാതിത്വങ്ങൾ, കക്ഷിചേരുകൾ തുടങ്ങിയവ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ടാകുന്ന രീതിയിൽ ചീത്തവിളിയും അതുപോലെ തന്നെയാണ് മോശമായ പെരുമാറ്റവും ഇതുമൂലം ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്നുകൊണ്ട് ഉള്ളതായ രീതിയിലാണ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം ലഭിക്കാനുള്ള തരത്തിലുള്ളതായ കായിക അഭ്യാസങ്ങളിലും അതുപോലെ തന്നെ കായിക മുറകളിലും കളികളിലും ഏർപ്പെടുന്നതിൽ ഇസ്ലാമിൽ യാതൊരുവിധ വിലക്കുമില്ല എന്ന് കാണാവുന്നതാണ്. അപ്രകാരം ഇവയിൽ നിന്ന് സമ്പാദിക്കുന്നതായ സമ്പാദ്യം, ധനം, അതിൻ്റെ ഇസ്ലാമിക മാനമെന്താണ്? പണ്ഡിതന്മാർ ഇതിനെ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന് നിഷിദ്ധമായ രീതി, ഒന്ന് ഹലാലായ രീതി. ഹുക്മു അഖ്ദിൽ അയ്വദി അലാ ദാലിക വലിദാലിക ഹാലതാൻ അൽഊല അൻ യകൂന അൽഅയ്വദു മിൻ ഖിബലിൽ മുതബാരീൻ അൻഫുസിഹിം ഔ മിൻ ഖിബലി അൻദിയതിഹിം ബിഹൈസ് ഇന്ന മൻ ഫാസ യക്സിബുൽ അയ്വദ് വമൻ ഖസർ ലാ യാഖുദു ശൈഅ ഫഹാദാ ഹുവൽ ഖിമാർ അൽ മുഹറം. ഇവിടെ ഒന്നാമതായി നിഷിദ്ധമായ രീതിയാണ്. അഥവാ പരസ്പരം മത്സരത്തിൽ ഏർപ്പെടുന്നവർ ഒരു നിശ്ചിത സംഖ്യ ഇറക്കുക, എന്നിട്ട് വിജയിച്ച കക്ഷികൾ ആ സംഖ്യ മുഴുവനും കൊണ്ടുപോവുക, പരാജയപ്പെട്ടവർക്ക് ഒന്നും ലഭിക്കാതിരിക്കുക. ഈ രീതി ഒരു ചൂതാട്ടത്തിന്റെ രീതിയാണ്, അത് നിഷിദ്ധമായ രീതിയാണ്. ഇനി ക്ലബ്ബുകളിൽ നിന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ നിന്നോ വെറുതെ ഒരു സൗജന്യമായി ലഭിക്കുന്നതായ ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിലാണ് ഇതിൽ നിന്നുള്ളതായ സമ്പാദ്യമെങ്കിൽ ഫല ഹർജ അലൈഹിം ഫി ഖുബൂലി ദാലിക്, അതിന് യാതൊരുവിധ വിരോധവുമില്ല. മറിച്ച് എല്ലാവരും കൂടി അതിൽ മുതൽ മുടക്ക് നടത്തുക, എന്നിട്ട് ജയിച്ചവർ മാത്രം അത് കൊണ്ടുപോവുക എന്നുള്ളത് ചൂതാട്ടത്തിന്റെ ഭാഗമായ ധന സമ്പാദന മാർഗമാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു.